ബേബി സാറ് പറഞ്ഞത് നാളെ നമ്മുടെ ഗോൾഡ് കിട്ടുമെന്നാ. ഇങ്ങ നമ്മൾ ഗോൾഡ് വാങ്ങി നേരെ ഹോസ്പിറ്റൽ, ഒബ്സർവേഷൻ, മറ്റന്നാ സർജറി. മോഹൻലാലിനും ദുൽഖർ സൽമാനും ഒക്കെ ചെന്നൈയിലെ വീടുണ്ട്, തെരിയുമാ? നമുക്ക് പോയി കാണാം. സർജറി കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് അവരെ വീടെല്ലാം കണ്ടിട്ട് പോവാം. ഇന്നത്തെ ഗോൾഡിൻ്റെ വില കൊഞ്ചം നോക്കടേ അങ്ങോട്ട്. നമ്മുടെ സ്വർണ്ണം തിരിച്ചു കിട്ടില്ല. അച്ഛന് മനസ്സിലാവണില്ലേ? നമ്മളെ ചീറ്റ് ചെയ്യാ. അവര് നമ്മുടെ സ്വർണ്ണം തിരിച്ചു തന്നാൽ അവർക്ക് കാശുണ്ടാക്കാൻ പറ്റില്ല. അവർക്ക് വേണ്ട ജീപ്പേ മാത്രം. അച്ഛൻ നോക്ക്, ബിരിയാണി 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 ബിരിയാണി, ഐസ്ക്രീം, സിഗരറ്റ്, ബീഡ, ഇനിയുണ്ട്. ഇവരുടെ മുമ്പ് എനിക്ക് അച്ഛനെ കാണാൻ വയ്യ. നമുക്ക് വീട്ടിൽ പോവാം. എനിക്ക് അച്ഛനെ കാണണ്ട. എനിക്ക് പറ്റുള്ള ഇവരുടെയൊക്കെ മുന്നില്. കരഞ്ഞു മോക്ക് ഇഷ്ടം പോലെ കരഞ്ഞു. പക്ഷെ അച്ഛൻ കരയൂല. അച്ഛനറിയാം നാളെ ഗോൾഡ് കിട്ടും, നമ്മൾ ഹോസ്പിറ്റലിൽ പോവും, സർജറി എല്ലാം ഭംഗിയായിട്ട് കഴിയുന്നു. അച്ഛന് നന്നായിട്ടറിയാം. അതാ അച്ഛനത് എങ്ങനെ അറിയാന്നറിയോ? ചോദിക്ക് മുഖത്ത് നോക്കി ചോദിക്കടാ മോള്, ചോദിക്ക് എങ്ങനെയാന്ന്. അച്ഛൻ ഒരു തടവ് മുടിവ് പണ്ണ പിന്നെ അച്ഛൻ പോയി അച്ഛൻ കൂടെ കേക്കാതെ. മനസ്സിലായ? ഓർമ്മയുണ്ടാ? പോക്രി എന്റെ വിജയ് നടിച്ചത്. കിടന്നു ഉറങ്ങി, കിടന്നോ. നാളെ നീ വരണ്ട, ഞാൻ കോർട്ടിക്ക് പോയി വാങ്ങിയിട്ട് വരാം. லார்ட்ஷிப் எல்லா டாக்குமெண்ட்டையும் இன்னைக்கு ப்ரொடியூஸ் பண்ணியாச்சு. கோர்ட்டாலே இன்னைக்கு வந்திருக்கா அப்படி. யோ என்னையா அவன் நாளைய காணும், ஒரு ஹியரிங் கூட நீ வரல? ஐயா ஒரு கேஸ் விஷயமா வெளியே விசாரிக்க போயிருந்தேன் ஐயா. பெரிய ஷெர்லாக் ஹோம்ஸ் தூரம் விசாரிச்சு கிழிச்சிருவாரு. ரிப்போர்ட் கொடுத்தியா? ஐயா கொடுத்துட்டேன் ஐயா. அப்ரைசர் ஐயா வணக்கம் ஐயா. என்னையா எல்லாரும் வந்திருக்கீங்க? ஆச்சரியமா இருக்கு. மலைகளை பெஞ்சிடும் போல இருக்கே. செக் பண்ணியா? செக் பண்ணியாச்சுங்கய்யா, இதோ சப்மிட் பண்ணிடுறேன். The court is urgent. ஐயா எமர்ஜென்சியா கிளம்புறாரு. இன்னைக்கு கேஸ் எல்லாம் இன்னொரு நாள் லிஸ்ட் பண்ணுவோம். சார் என் நகை கொடுத்துட்டு போங்க சார். எங்க சார் எடுத்து போகுது? எல்லாரும் வந்திருக்கு சார். நீ எங்க வேணாலும் போங்க சார். என் நகை கொடுத்துட்டு போங்க. நான் 4 மாசம்